അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അബ്ദുറഊഫ് ഇരിങ്ങല്ലൂർ മർക്കസ് മുത്തവൽ വിദ്യാർത്ഥിയാണ്. ഞാനിങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരു രസം എനിക്ക് കാണാൻ സാധിച്ചു. ബഹുരസം. ഒരു മൗലവിയുടെ വോയിസ് 3 മിനിറ്റിനുള്ളിൽ 3 വിടൽസുകൾ പറയുന്നൊരു മൗലവി. അദ്ദേഹത്തിൻ്റെ പേര് അനസ് മൗലവി എന്നാണ്. അനസ് മൗലവി. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരുണ്ട്, വെരട്ടിഫിക്കേഷൻ മൗലവി എന്നുകൂടെ അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട്. യഥാർത്ഥ പേര് അനസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ വെരട്ടിഫിക്കേഷൻ മൗലവി. ചില സംവാദ വേദികളിലൊക്കെ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിരിക്കാം. ചില സംവാദ വേദികളിൽ അദ്ദേഹം കുലുങ്ങി ചിരിക്കാനുണ്ടാകും. മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. ചില വേദികളിൽ അദ്ദേഹം കുലുങ്ങി ചിരിക്കും, സംവാദത്തിലൊക്കെ ഇരിക്കും. അങ്ങനെ ഏതോ ഒരു സംവാദത്തിൽ അദ്ദേഹം എഴുന്നേൽക്കുന്നു മറുപടി പറയാൻ. 1-2 സന്ദർഭങ്ങളിൽ മാത്രം, ഒരു സംവാദത്തിൽ തന്നെ 1-2 തവണകളിൽ മാത്രം അദ്ദേഹം എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേറ്റ് അദ്ദേഹം ചോദ്യം ചോദിക്കുകയും സുന്നിപക്ഷത്തിൽ നിന്ന് കരുത്ത ഉഷാറായ മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആകെ ചമ്മി. അദ്ദേഹം എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ വിരട്ടാൻ നോക്കണ്ട, നിങ്ങൾ ഞങ്ങളെ വിരട്ടി ഒരു വെരട്ടിഫിക്കേഷൻ നടത്തണ്ട എന്നൊരു വാക്ക്. വെരട്ടിഫിക്കേഷൻ ഇംഗ്ലീഷ് അധ്യായത്തിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലേക്ക് അദ്ദേഹത്തിൻ്റെ വക ഒരു സമ്മാനം. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പോലും ഇല്ലാത്തൊരു വാക്ക്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പോലും ഇല്ലാത്തൊരു വാക്ക് വെരട്ടിഫിക്കേഷൻ. ഇങ്ങനൊരു പദം ഇംഗ്ലീഷുകാർക്ക് ഇദ്ദേഹത്തിൻ്റെ വക കണ്ടെത്തിയ സമ്മാനമായിരുന്നു ഈ പദം. ലോകത്ത് ഇന്ന് വരെ ഉപയോഗിക്കാത്ത വെരട്ടിഫിക്കേഷൻ എന്നൊരു പദം അദ്ദേഹം കൊണ്ടുവന്നതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് വെരട്ടിഫിക്കേഷൻ മൗലവിയാകുന്നത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. മോതിരവും തലപ്പാവും നബിചര്യയിൽപ്പെട്ടതാണോ? പേരും സ്ഥലവും പേര് പറയാൻ ആഗ്രഹിക്കാതെ ഒരു വ്യക്തി. അപ്പോ ഒന്നാമത്തെ ചോദ്യം, ഇദ്ദേഹത്തിന്റെ ചോദ്യം, മോതിരവും തലപ്പാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണോ എന്നാണ്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ന നിലക്കാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒന്ന് സുഹൃത്തുക്കളോട് ആമുഖമായി തന്നെ സൂചിപ്പിക്കുന്നത് നമ്മളിവിടെ കുറച്ച് വിഷയങ്ങൾ നൽകിയത് വിഷയാധിഷ്ഠിതമായി ചോദ്യം ചോദിക്കാൻ ആവശ്യം. ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ തള്ളിക്കളഞ്ഞാൽ ചിലപ്പോൾ മറുപടി ഇല്ലാഞ്ഞിട്ടാവും തള്ളുക എന്നായിരിക്കും വിചാരിക്കുക. നമ്മുടെ വിഷയം കൊടുത്തത് വിഷയാധിഷ്ഠിതമായി ചോദ്യം ചോദിക്കാനും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കാര്യങ്ങളെ നമുക്ക് സമഗ്രമായി പഠിക്കാനും വേണ്ടിയാണ്. അമാമ അഥവാ തലപ്പാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് മാത്രമല്ല, അറബികൾ അവരുടെ ആദിയായ പൊതുവിലുള്ള ഒരു ചര്യയായിരുന്നു അൽ അമാമ, ഈ തലപ്പാവ് ധരിക്കുക എന്നുള്ളത്. എന്നാൽ ആ തലപ്പാവ് ധരിക്കുക എന്ന നിലപാട് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചത്? ഒരിക്കലുമല്ല. തലപ്പാവ് ധരിക്കാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിക്കുകയും സഹാബത്ത് ആ നിലപാട് തന്നെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു, ആ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. ഒരിക്കൽ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന് വേണ്ടി വന്നു. നമസ്കാരത്തിന് വേണ്ടി വന്നിട്ട് അദ്ദേഹത്തിന്റെ മേൽമുണ്ട് അദ്ദേഹം എടുത്ത് അത് മാറ്റിവെച്ചു. അദ്ദേഹം ധരിച്ച വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങൾക്ക് അദ്ദേഹം ധരിച്ച റിദാ ആയി സ്വീകരിച്ചിട്ടുള്ള റിദാ അദ്ദേഹം എടുത്ത് മേൽത്തട്ടം എടുത്ത് മാറ്റിവെച്ചു. എന്നിട്ട് നമസ്കരിക്കാൻ നിന്നപ്പോൾ ആ കാലഘട്ടത്തിൽ ചില ആളുകൾക്ക് അത് കണ്ടപ്പോൾ കൗതുകം തോന്നി. അവർ ചോദിച്ചു, ഫലമ്മൻ സറഫ ഖുൽനാ യാ അബാ അബ്ദില്ലാ തുസല്ലി വരിദാഉക മൗദൂ, താങ്കൾ ഈ റിദാഅക്കെ മാറ്റിവെച്ചിട്ടാണോ നമസ്കരിക്കുന്നത്? അങ്ങനെയാണോ താങ്കൾ നമസ്കരിക്കാൻ തീരുമാനിച്ചത്? മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, നഅം, അതെ. കാരണം അഹ്ബബ്തു അയ്യറാനിൽ ജുഹാലു മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള ജുഹാലുകൾ എന്നെ ഇങ്ങനെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഹകദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ അനസ് മൗലവി എന്ന് പറയുന്ന ഈ മൗലവിയുടെ വോയിസ് കേട്ടല്ലോ. ഈ ചുരുങ്ങിയ 3 മിനിറ്റിനുള്ളിൽ അദ്ദേഹം പറഞ്ഞത് പ്രധാനമായും തീർത്തും നിരർത്ഥകമായ 3 വിടൽസുകളാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. 3 വിടൽസുകൾ വെറും 3 മിനിറ്റിനുള്ളിൽ, 3 വടായികൾ പറയാൻ വെറും 3 മിനിറ്റ്. ഓരോ മിനിറ്റിലും ഓരോ വടായികൾ പറയാൻ അദ്ദേഹം കാണിക്കുന്ന തൊലിക്കട്ട് ഇദ്ദേഹത്തെ സമ്മതിക്കണം. ഇദ്ദേഹത്തിന് പ്രത്യേക അവാർഡെങ്കിലും കൊടുക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം ഇങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. ആകെ സംസാരിക്കുന്നത് 3 മിനിറ്റ്. ആ 3 മിനിറ്റിൽ ഓരോ മിനിറ്റിലും ഓരോ ബടായികൾ. ഇദ്ദേഹത്തെയാണ് പ്രത്യേകമായി കളവിൻ്റെ നോബൽ സമ്മാനം ഇദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്. ഇദ്ദേഹത്തോടൊരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവ് ധരിച്ചിരുന്നോ? തലപ്പാവ് ധരിച്ചിരുന്നു, അല്ലെങ്കിൽ തലപ്പാവ് ധരിക്കുക എന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽ പെട്ടതായിരുന്നോ? ഇതാണ് ചോദ്യം. അദ്ദേഹത്തിന്റെ മറുപടി അൽ അമാമ, തലപ്പാവ് ധരിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ മാത്രമല്ല, അറബികളുടെ ആദിയായ പൊതുവായ ചര്യയിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്താനായിട്ടില്ലായിരുന്നു മൗലവി സാഹിബെ. ഈ ഹദീസ് എടുത്തു കൊണ്ടുവന്നിട്ട് നിങ്ങളെ നേതാക്കളായ ഷൗക്കാനി ഈ ഹദീസിനെ എടുത്തു കൊണ്ടുവന്നിട്ട് എന്താണ് പറയുന്നത്? അതെങ്കിലും ഒന്ന് പറയാമായിരുന്നല്ലേ? നിങ്ങളെ നേതാക്കളല്ലേ അവരൊക്കെ, അവരെന്താണ് ഈ ഹദീസിനെ പറ്റി പറഞ്ഞത് എന്നെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവ് ധരിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ അതല്ലേ നമ്മളും ചെയ്യേണ്ടത്? മുത്തനബിയുടെ സുന്നത്ത് അതല്ലേ? മുത്തനബിയുടെ സുന്നത്ത് മുത്തനബി എങ്ങനെ ചെയ്തോ അതുപോലെയല്ലേ നമ്മളും ചെയ്യേണ്ടത്? മുത്തനബി തലപ്പാവ് ധരിച്ചിരുന്നു, എന്നാൽ അത് പിൻപറ്റി നമ്മളും ചെയ്യുക. അതല്ലേ സുന്നത്ത്? അതിനല്ലേ സുന്നത്ത് എന്ന് പറയാം. വേണ്ട, നിങ്ങളെ നേതാവായ ഷൗക്കാനി, നിങ്ങളെ വഹാബികളുടെ നേതാക്കളിൽ ഒരാളായ ഷൗക്കാനി വഹാബിസത്തിന്റെ ഉദ്ധാരണ പ്രവർത്തനങ്ങളിൽ വളരെയധികം പങ്കുവഹിച്ചയാളാണ് എന്ന് മുജാഹിദുകളിൽ എഴുതപ്പെട്ട ഇമാം ഷൗക്കാനി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം തന്നെ നൈലുൽ ഔതാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു ഹദീസ് കൊണ്ടുവരുന്നു. وعن نافع عن ابن عمر رضي الله عنه قال كان رسول الله صلى الله عليه وسلم മുത്തനബി ആയിരുന്നു ഇദാ തമ്മ, തലപ്പാവ് ധരിക്കുമ്പോൾ സദല ഇമാമത്തഹു ബൈന കതിഫിഹി, തന്റെ തലപ്പാവിന്റെ വാല് തൂക്കിയിട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് വഖാല നാഫിഉ റഹിമഹു എന്ന് പറയുന്നു, വകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു യസ്തുൽ ഇമാമത്തു ബൈന കതിഫിഹി, മുത്തനബി ചെയ്തതുപോലെ തന്റെ തലപ്പാവിന്റെ വാല് ബാക്കിലോട്ട് തൂക്കിയിടുമായിരുന്നു. ഇപ്പൊ എന്ത് മനസ്സിലായി? മുത്തനബിയും അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബി സുന്നയാണല്ലോ. മുത്തനബി എങ്ങനെ ചെയ്തു അതുപോലെ ചെയ്യുന്നയാൾ, മുത്തനബിയെ പിൻപറ്റുന്നയാൾ. അതുകൊണ്ടാണല്ലോ മുത്തബി സുന്ന എന്ന പേര് പോലും അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ മുത്തനബിയും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും ചെയ്ത ഒരു ഹദീസ് എന്താണ്? അവർ മുത്തനബിക്കും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും രണ്ടാൾക്കും ഒരു മുത്തനബിക്ക് തലപ്പാവ് ഉണ്ടായിരുന്നു, ആ തലപ്പാവിന് വാലുണ്ടായിരുന്നു, ആ വാല് ബാക്കിലോട്ട് തൂക്കിയിടുമായിരുന്നു. 3 തെളിവുകളാണ് ഇതിൽ നിന്ന് ലഭിച്ചത്. ഈ തെളിവിനെ അടിസ്ഥാനമാക്കി നിങ്ങളെ നേതാവായ ഷൗക്കാനി പറയുന്നത് വൽ ഹദീസു, ഈ ഹദീസ് യദുല്ലു, അത് അറിയിക്കുന്നു അലസ്തിഹ്ബാബ് ലബ്സുൽ ഇമാമ, തലപ്പാവ് ധരിക്കൽ സുന്നത്താണ് എന്ന് അറിയിക്കുന്നു എന്ന് നിങ്ങളെ നേതാവായ ഷൗക്കാനി പോലും പറയുന്നു. എന്നാൽ അതെങ്കിലും ഒന്ന് പറയണ്ടേ മൗലവി? ഇത്രയധികം വിശ്വാസമില്ലാതായി പോയോ നിങ്ങളെ വഹാബി മൗലവിയെ? നിങ്ങളെ നേതാക്കളിൽപ്പെട്ട ആളാണല്ലോ ഷൗക്കാനി, ഇദ്ദേഹത്തെ വിശ്വാസമല്ലേ? ഇദ്ദേഹം പറഞ്ഞ് ഇസ്ലാമിനെതിരെ പറയുന്ന ആളാണോ ഇദ്ദേഹം? അങ്ങനെയാണെങ്കിൽ അത് തുറന്ന് പറയണം, മൗലവിമാർ അത് തുറന്ന് പറയണം. ഇദ്ദേഹം പറയുന്ന തലപ്പാവ് ധരിക്കൽ സുന്നത്താണ് എന്ന് ഈ ഹദീസ് അറിയിക്കുന്നു എന്നാണ്. അതെങ്കിലും ഒന്ന് ആ ചോദിച്ച ആളോട് നിങ്ങളെ നേതാക്കളിൽപ്പെട്ട ആള് അദ്ദേഹം മറുപടി പറഞ്ഞതെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ? പിന്നെ അദ്ദേഹം കാണിക്കുന്ന രണ്ടാമത്തെ ബഡൽസ്, തലപ്പാവ് ധരിക്കുക എന്നത് മാത്രമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത്? അല്ല, തലപ്പാവ് ധരിക്കാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്. അത് വലിയ ബഡൽസ്. അത് അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് തലപ്പാവ് ധരിക്കുക എന്നത് മാത്രമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? അല്ല, തലപ്പാവ് ധരിക്കാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും തലപ്പാവ് ധരിക്കണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഒരാളോട് മറുപടി പറയേണ്ടത് മൗലവി? ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, മുഅക്കദായ റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഉണ്ട്. മുത്തനബി മുഅക്കദായ റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട് എന്നൊരു ഹദീസ് കൊണ്ട് തെളിഞ്ഞു.
ഏതോ ഒരു സന്ദർഭത്തിൽ യുദ്ധത്തിൻ്റെ വേളകളിലോ അല്ലെങ്കിൽ മുത്തനബിക്ക് വല്ല വേദനയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിർബന്ധിത സാഹചര്യത്തിൽ മുത്തനബി നിസ്കരിക്കാതെയും ഇരുന്നിട്ടുണ്ട്. ഒരു തെളിവ് അങ്ങനെയും ആയിഷ ബീവി ആരെങ്കിലും എന്ന് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നിസ്കരിച്ചിട്ടില്ല എന്നൊരു ആയത്ത് കൊണ്ടും തെളിഞ്ഞു. അപ്പം മൗലവി പറയാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹിക്ക് മുമ്പ് നിസ്കരിച്ചത് മാത്രമാണോ ഉള്ളത്? അല്ല, നിസ്കരിക്കാതെയും സുബഹിക്ക് മുമ്പ് സുന്നത്ത് നിസ്കരിക്കാതെയും ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും നിസ്കരിക്കേണ്ടതില്ല. ഇതാണോ ജനങ്ങളോട് മറുപടി പറയേണ്ടത്? ഇവിടെ നിസ്കരിച്ച തെളിവുണ്ടാകുമ്പോൾ നിസ്കരിക്കണം, അത് സുന്നത്താണ് എന്നല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? തലപ്പാവ് ധരിച്ചിരുന്നു, തലപ്പാവ് ധരിക്കൽ സുന്നത്താണെന്ന് നിങ്ങളെ നേതാവായ ഷൗക്കാനി വിളിച്ചു പറയുന്നു. അങ്ങനെയാവുമ്പോൾ അതല്ലേ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത്? മുത്തനബി തലപ്പാവ് ധരിച്ച ഹദീസുണ്ടാകുമ്പോൾ ധരിക്കാത്ത ഒരു സന്ദർഭം നോക്കി അത് ജനങ്ങളോട് പറയുകയല്ല വേണ്ടത് മൗലവി. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ തലപ്പാവ് ധരിക്കുക എന്നത് മാത്രമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? അല്ല, തലപ്പാവ് ധരിക്കാതെയും ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും തലപ്പാവ് ധരിക്കേണ്ടതില്ല. ഇതെവിടുന്ന് കിട്ടി ന്യായം? ഇതെന്ത് ന്യായം? ജനങ്ങളാളെ പൊട്ടിത്താക്കുന്ന പരിപാടി. തലപ്പാവ് ധരിക്കൽ സുന്നത്താണ്, തലപ്പാവ് ധരിച്ച ഹദീസുണ്ടാകുമ്പോൾ പിന്നെ എന്തിന് മറ്റുള്ളതിലേക്ക് പോകേണ്ട ആവശ്യം? മൂന്നാമത്തെ ബഡൽസ്, ഇദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ബഡൽസ്. ഇദ്ദേഹം പറഞ്ഞത് തലപ്പാവ് ധരിക്കുക എന്നത് മാത്രമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? അല്ല, തലപ്പാവ് ധരിക്കാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തലപ്പാവ് ധരിക്കാതെയും ഇരുന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതിന് അദ്ദേഹം തെളിവായി കൊണ്ടുവരുന്നു സ്വഹീഹുൽ ബുഖാരിയെ. സ്വഹീഹുൽ ബുഖാരിയുടെ പേരിൽ ഇല്ലാത്ത അപവാദം, സ്വഹീഹുൽ ബുഖാരിയെ അട്ടിമറിക്കുന്നു. സ്വഹീഹുൽ ബുഖാരിയുടെ പേരിൽ പച്ചക്കളവ്. ഇദ്ദേഹത്തിൻ്റെ വാദം സ്വഹീഹുൽ ബുഖാരിയെ തിരിമറിക്കുന്നു. സ്വഹീഹുൽ ബുഖാരി അങ്ങനെ ഹദീസില്ല. ഇദ്ദേഹം പറഞ്ഞ ഹദീസിൽ അങ്ങനെയില്ല. ഇദ്ദേഹം കൊണ്ടുവരുന്ന തെളിവ് എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് ധരിക്കാതെയും നിസ്കരിച്ചിട്ടുണ്ട് എന്നുള്ള ഹദീസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവ് ധരിക്കാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട് എന്നതിന് ഇദ്ദേഹം തെളിവായി കൊണ്ടുവരുന്നത് ഇമാം ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവമാണ്. ഇദ്ദേഹം ഉദ്ധരിക്കുന്നു, മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ ഉദ്ധരിക്കുന്ന ഒരു സംഭവം. റളിയല്ലാഹു അൻഹു ജാബിർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വേണ്ടി വരുന്നു. റിദാ എടുത്ത് മാറ്റിവെച്ചു. ഫലം വന്നു. ഈ ജാബിർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വേണ്ടി വരുന്നു. അദ്ദേഹത്തിൻ്റെ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ റിദാ എടുത്ത് മാറ്റിവെച്ചു അദ്ദേഹം. ഫലം വന്നു സർഫ. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു, യാ അബാ അബ്ദില്ല തുസല്ലി റിദാഉക മൗദൂഉൻ, നിങ്ങൾ റിദാ മാറ്റിവെച്ചിട്ടാണോ നിങ്ങൾ നിസ്കരിക്കുന്നത്? റിദാഉക മൗദൂഉൻ, നിങ്ങൾ റിദാ മാറ്റി വെച്ചിട്ടാണോ നിങ്ങൾ നിസ്കരിക്കുന്നത്? ഞാൻ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അതെ. അഹ്ബബ്തു, ഞാൻ ഇഷ്ടപ്പെടുന്നു, അയ്യറാനിൽ ജുഹാലു മിസ്ലുക്കും, നിങ്ങളെപ്പോലുള്ള വിഡ്ഢികൾ എന്നെ ഈ രൂപത്തിൽ കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ റിദാ മാറ്റി വെക്കുന്ന അവസ്ഥയിൽ, റിദാ മാറ്റി വെച്ചിട്ടാണല്ലോ അദ്ദേഹം നിസ്കരിച്ചത്. അപ്പോൾ റിദാ മാറ്റിവെച്ച ഈ അവസ്ഥയിൽ എന്നെ നിങ്ങൾ കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുത്തനബിയെ കണ്ടു, യുസല്ലി ഹക്കദാ, ഇപ്രകാരം നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ തെളിവിട്ട. മുത്തനബി റിദാ എടുത്ത് മാറ്റിവെച്ചു. അദ്ദേഹത്തിൻ്റെ വാദം എന്താ? തലപ്പാവ് ധരിക്കാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട് എന്നതിന് തെളിവായി കൊണ്ടുവരുന്നത് ഈ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഹക്കദാ, ഇപ്രകാരം ചെയ്തു. ഇപ്രകാരം എന്ന് പറഞ്ഞാൽ റിദാ എടുത്ത് മാറ്റിവെച്ചു. റിദാ എന്ന് പറഞ്ഞാൽ എന്താ? തലപ്പാവ? റിദാ എന്ന് പറഞ്ഞാൽ തലപ്പാവല്ല. ഇദ്ദേഹം തലപ്പാവ് ധരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് എന്ന ഇദ്ദേഹത്തിൻ്റെ വാദത്തിലേക്ക് തലപ്പാവ് എന്ന് പറയുന്ന വാക്ക് പോലും ഇല്ലാത്തൊരല്ല. വേണ്ട തലപ്പാവ്, വേണ്ട തൊപ്പിയെങ്കിലും വേണ്ടേ? ഒരാൾ വാദം ഉന്നയിക്കാം, ഒരാൾ പറയാം നബി സല്ലല്ലാഹു അലൈഹി നിസ്കാരം നിർബന്ധമാണ്. എന്താ തെളിവ്? അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. ഇത് ഭയങ്കര തെളിവായല്ലോ. ദഅവയും ദലീലും തമ്മിൽ ഒരു നിലക്ക് വെക്കണില്ലല്ലോ. എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടേ? നിസ്കാരം നിർബന്ധമാണ്. എന്താ തെളിവ്? അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാന്റെ പകുതിയാവുന്നു. ഒരു തലപ്പാവ് ധരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട് എന്നാണ് വാദമെങ്കിൽ, തലപ്പാവ് ധരിക്കാതെ മുത്തനബി നിസ്കരിച്ചിട്ടുണ്ട് എന്നാണ് വാദമെങ്കിൽ, തലപ്പാവ് എന്നുള്ള വാക്കെങ്കിലും അതിൽ വേണ്ടേ? ആ ഹദീസിൽ വേണ്ട, മിനിമം തൊപ്പിയെങ്കിലും വേണ്ടേ? അതില്ലാത്തൊരാദ്യം. റിദാ എന്ന് പറഞ്ഞാൽ എന്താ? മേൽമുണ്ട് എന്നാണ് ഇദ്ദേഹം മനസ്സിലാക്കി. തലയിലിടുന്ന ഒരു മേൽമുണ്ടുണ്ടല്ലോ, തൊപ്പിൻ്റെ മേലിടുന്ന ഒരു തട്ടം, അതല്ല റിദാ എന്ന് പറഞ്ഞാൽ. റിദാ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമല് മറക്കാതെ നിസ്കരിക്കാം. ചുമല് മറച്ചുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അപ്പം നമ്മൾ ചുമലിലിടുമല്ലോ, ചുമല് മറക്കാൻ വേണ്ടിയിട്ടിടുമല്ലോ, അതിൻ്റെ പേരാണ് ചുമല് മറക്കാൻ വേണ്ടി ധരിക്കാൻ ഉപയോഗിക്കുന്ന ആ വസ്ത്രത്തിൻ്റെ ആ തട്ടത്തിൻ്റെ പേരാണ് റിദാ.
ഇത് ഭാഷാ ഗ്രന്ഥം പോലും അറിയാതെ ഇത് ഇതാ എന്ത്, അമാമത്തെന്ത്, തൊപ്പിയെന്ത്, തൊയിലസ്ഥാനെന്ത്, ഇതൊന്നും അറിയില്ല. ഇത് എവിടൊക്കെ തൊയിലസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഏതാ, ഇതാ എന്ന് പറഞ്ഞാൽ ഏതാ, അമാമത്ത് എന്ന് പറഞ്ഞാൽ ഏതാ, അതൊന്നും ഒരു അറിവില്ല. ഇത് ഡിക്ഷണറി നോക്കി അർത്ഥം വെക്കല്ലേ, ഒന്നും അറിയില്ല. അപ്പോൾ ഇതാ എന്ന് പറഞ്ഞാൽ അതാണ്, അല്ലാതെ എന്തല്ല. മേൽമുണ്ട് എന്ന് ആദ്യം അർത്ഥം വെക്കുന്ന മേൽമുണ്ട് എന്ന് ഒരു അർത്ഥം വെച്ചു. ആ റിദ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അദ്ദേഹം മനസ്സിലായിട്ടില്ല. ഇതാ എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. പിന്നെ ഇദ്ദേഹം അർത്ഥം വെക്കുന്നത് റിദാ ആയി സ്വീകരിച്ച ആ റിദാ എടുത്ത് മാറ്റിവെച്ചു. ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമം നോക്കും നിങ്ങൾ. ഇദ്ദേഹത്തിന് ജനങ്ങൾക്ക് തോന്നിപ്പിക്കണമെങ്കിൽ ഇതാ എന്ന് പറഞ്ഞാൽ തലപ്പാവാണെന്ന് തോന്നിപ്പിക്കണം, അല്ലെങ്കിൽ തലയിലിടുന്ന തൊപ്പിയുടെ മേലെ ഇടുന്ന മേൽമുണ്ടാണെന്ന് തോന്നിപ്പിക്കണം. ഇതിൻ്റെ പിന്നെ തൊപ്പിയുടെ മേലെ ഇടുന്ന മുണ്ടാണെന്ന് തോന്നിപ്പിക്കണം. അതല്ല അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇദ്ദേഹം കാണിക്കുന്ന അട്ടിമറി സ്വഹീഹുൽ ബുഖാരിയുടെ പേരിൽ, തിരിമറി സ്വഹീഹുൽ ബുഖാരിയുടെ പേരിൽ, പച്ചക്കളവ് സ്വഹീഹുൽ ബുഖാരിയുടെ പേരിൽ ഒരിക്കലും ഇമാം ബുഖാരി റഹിമഹുല്ല ഇങ്ങനെയുള്ള കളവുകൾ നിങ്ങൾ പ്രചരിപ്പിക്കരുത് വഹാബികളെ. ഇമാം ബുഖാരി റഹിമഹുല്ല പൊറുക്കുകയില്ല ഈ കളവ്. നിങ്ങൾ ആരോപിക്കുന്ന ആരോപണങ്ങൾ മുഴുവനും പച്ച കളവുകളാണ്. അല്ലാഹു തആല ഇത്തരം മൗലവിമാരുടെ ശരീരിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.